പൂരപ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു ഇന്നത്തെ കുടമാറ്റം. തെക്കൻകാട് മൈതാനിയിൽ തടിച്ചുകൂടിയ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി വർണ്ണക്കുടകൾ കൊണ്ട് തിരുവമ്പാടിയും പാറമേക്കാവും വിസ്മയം തീർത്തു. ഇനി മാനത്ത് വർണ്ണങ്ങൾ വിരിയുന്ന വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പാണ് നാളെ പുലർച്ചെ. സൂരജ് സജിയും വിപിൻ സി വിജയനും തത്സമയം ചേരുകയാണ്. ആദ്യം വിപിൻ സി വിജയനിലേക്ക്. വിപിൻ സി വിജയൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പൂരാവേശം കെട്ടടങ്ങിയിട്ടില്ല, ഇനി നാളെ വെളുപ്പിന് വെടിക്കെട്ട് കൂടിയുണ്ട്. എന്താണ് വിവരങ്ങൾ? അതേ സ്കേൻ, ഇപ്പോൾ ആ കുടമാറ്റം കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ന് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു നഷ്ടമെന്ന് ഓരോ പൂരപ്രേമിയും കരുതുന്ന അത്രത്തോളം ആവേശവും തിളക്കവുമാർന്ന ഒരു ഏടായിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ വൈകുന്നേരമാകുമ്പോൾ കുടമാറ്റം കഴിഞ്ഞിരിക്കുന്നു, ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞിരിക്കുന്നു, മഠത്തിൽ വരവ് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെയൊക്കെ ആസ്വാദനം, അതിൻ്റെ തലപ്പത്ത് ആസ്വദിച്ചുകൊണ്ട് ഒരു പൂരപ്രേമിയും ഇപ്പോൾ ഇവിടെ വിട്ടുപോകുന്നില്ല എന്നുള്ളതാണ്. ഓരോ ഇടവഴികളിലെയും നമുക്ക് കാണാം അത്രത്തോളം ആളുകളുണ്ട്. അപ്പോൾ ഇനി എന്ത് എന്നൊരു ചോദ്യം ഇങ്ങനെ അവശേഷിക്കുകയാണ്. അത് വെടിക്കെട്ട് എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അതിനുള്ളൊരു കാത്തിരിപ്പാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് വെടിക്കെട്ട്. ഒപ്പം തന്നെ ഈ കുടമാറ്റത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയണം. വരാഹമൂർത്തിയും നരസിംഹവും ഒക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു കുടമാറ്റം തന്നെയായിരുന്നു ഇന്ന് കാണാൻ സാധിച്ചത്. അതിൽ മുരുകനുണ്ടായിരുന്നു. ഒപ്പം തന്നെ 10 പതിറ്റാണ്ടിന് ശേഷം തൃശ്ശൂരിലേക്ക് എത്തിയ ആ ഒരു കലോത്സവത്തിൻ്റെ കപ്പും ഈ ഒരു തെക്കേ ഗോപുര നടയിൽ നടന്ന കുടമാറ്റത്തിൽ താരമായി. ഒപ്പം തന്നെ വളരെ നല്ല അതിമനോഹരമായിട്ടുള്ള കുടകളായിരുന്നു. അതിൻ്റെ ഒരു ചേല് അത് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. 1 2 അല്ല, അതിൻ്റെ ലൈറ്റുകൾ അണിച്ച LED വിസ്മയം തീർത്ത് അങ്ങനെ കുടകളിൽ കഴിയാവുന്നതിൻ്റെ ഏറ്റവും തലപ്പത്ത് തന്നെയുള്ള എല്ലാ വിസ്മയവും ഇന്ന് കാണാൻ സാധിച്ചിരുന്നു. സൂരജ് സജി കൂടിയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സൂരജ്? അടിപൊളി. അതായത് കുടമാറ്റം പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഫീലായിരുന്നു. അതായത് വ്യത്യസ്തമായ കുടകളുണ്ടായിരുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു കലോത്സവത്തിന് ഒരു പതിറ്റാണ്ട് ശേഷമുള്ള കപ്പ്. തൃശ്ശൂരുകാരനല്ല, എന്നാൽ പോലും തൃശ്ശൂരിനെ സംബന്ധിച്ച് അതടക്കം ഈ കുടമാറ്റത്തിന് എത്തി എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, പല സസ്പെൻസുകളും ഉണ്ടാകും. പലപ്പോഴും ഈ തിരുവമ്പാടിയും പാറമേക്കാവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പലരും നമ്മളോട് ഈ രഹസ്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ പ്രേക്ഷകരോട് നമുക്കിത് പറയാൻ പറ്റില്ല, കാരണം അവർ അവസാന നിമിഷം വരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ സസ്പെൻസാണ്. എന്തായാലും ഇനിയിപ്പോൾ നടക്കാനുള്ള ചടങ്ങുകൾ, അതായത് ഈ പകൽ സമയം നടന്ന ചടങ്ങുകളുടെ ആവർത്തനം അത് ഉണ്ടാകും. ഇപ്പോൾ രാത്രി തന്നെ ഈ മഠത്തിൽ വരവുണ്ടാവും, അതോടൊപ്പം തന്നെ ഈ പാറമേക്കാവിൻ്റെ വരവുണ്ടാകും. അതിനൊക്കെ ശേഷമാണ് ഈ രാത്രി പുലർച്ചെ 3 മണിയോടുകൂടി ഇനിയിപ്പോൾ വെടിക്കെട്ട് നടക്കുക. പക്ഷേ ഈ ആളുകളൊന്നും പോകുന്നില്ല. വിപിൻസി സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ആ തൃശ്ശൂർ കോർപ്പറേഷൻ മുന്നിലൊക്കെ വലിയ തിരക്കാണ്. ആ റോഡാകെ നിറഞ്ഞ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരാരും പോകില്ല. ഈ ഭക്ഷണമൊക്കെ കഴിച്ച് പലപ്പോഴും ഈ ഹോട്ടലുകളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഭക്ഷണം പോലും കിട്ടില്ല. പക്ഷേ അവരെല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്യുകയും പിന്നീട് ഈ വെടിക്കെട്ട് കണ്ടതിന് ശേഷം മാത്രമേ അവരെല്ലാവരും പോകൂ. എന്തായാലും വെടിക്കെട്ടിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഒരു കാര്യം പറയാനുള്ളത്, പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ട് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആ വെടിക്കെട്ട് കൂടി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. ഒപ്പം തന്നെ സുർജിത്ത് ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഈ പൂരപ്പറമ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ് എസ്കേൻ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് ഈ പൂരത്തിൽ? പൂർണ്ണമായും ആനകളാണ്. ആനകളുടെ ഒരു വൈവിധ്യം, അത് വെറൈറ്റി, അത് ഗംഭീരമായി. മാത്രമല്ല, ഞാൻ പൂർണ്ണമായും രാവിലെ മുതൽ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ്റെ ഒരു ബിഗ് ഫാനാണ്. സ്വാഭാവികമായിട്ട് ആനയുടെ പിറകെയായിരുന്നു. എപ്പോഴും വലിയ ആൾക്കൂട്ടം എപ്പോഴും പ്രകടമായിരുന്നു. അതിനൊരു ആഘോഷം ഭയങ്കരമായിരുന്നു. പിന്നെ കുടമാറ്റം പൂർണ്ണമായും കണ്ടു. കുടമാറ്റത്തിൽ വൈവിധ്യമാർന്ന കുടകൾ, അത് ഓരോ പൂരത്തിനും, അതായത് 11ാമത് പൂരമാണ്, ആ ഓരോ പൂരക്കാലത്തും മാറ്റങ്ങൾ വല്ലാതെ ഉണ്ടാവുന്നുണ്ട്. വൈവിധ്യമാർന്ന കുടകളാണ് ഇത്തവണയും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അടുത്ത പൂരക്കാലത്തിന് വെയിറ്റ് ചെയ്യാണ് നമ്മളൊക്കെ. അടുത്ത പൂരം എന്നുള്ള അല്ലേ? അത് അവിടെ ഒരു ടീമുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ എവിടുന്നാ? എന്നെ ചേട്ടാ പെരുമ്പാവൂരിന്നാണ്. പെരുമ്പാവൂരിന്ന്. അടിപൊളി. കാണാൻ പാടില്ല, കോല കാണാൻ പാടില്ലേ, ഇതാണ് ആവേശം നമ്മുടെ. അവരാണ്. ഓ പിന്നെ എല്ലാ പ്രാവശ്യം തന്നെയാ. പിന്നെ പൊളിച്ചു. ആ അവിടെ ഞാൻ ഉള്ളൂര്. ആ പൊളിക്കണേ. നീ വെടിക്കെട്ട് കണ്ടിട്ട് പോണോ? അതും കൂടി കഴിഞ്ഞിട്ടേ ഇന്ന് തിരിച്ചു പോക്കുള്ളൂ. എത്ര മണിയായാലും അത് കഴിഞ്ഞ് പോക്കുള്ളൂ. സീന് പിന്നെ അടിപൊളി വൈബ്, പൂര വൈബ്. വെടിക്കെട്ട് പോകുള്ളൂ. അതന്നെ പൊളിക്കും. 2 മണിക്കൂറോളം ഇതുപോലെ തന്നെ നിൽക്കുകയായിരുന്നു. ഈ 2 വിഭാഗങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു പുരുഷാരമുണ്ടല്ലോ, അത്രത്തോളം അതിൽ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയായിരുന്നു ഓരോ ആളുകളും. ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അത്ര വലിയ ജനസഞ്ചയത്തിൻ്റെ ഇടയിൽ വെച്ചായിരുന്നു ഇപ്പോൾ കുടമാറ്റം കഴിഞ്ഞിരിക്കുന്നത്. വിശ്വപ്രസിദ്ധമായ കുടമാറ്റം എന്ന് തന്നെ പറയാം. മറ്റെവിടെയെങ്കിലും ഇങ്ങനെയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെയും മലയാളികളുടെയും ഒക്കെ ഒരു സ്വകാര്യ അഹങ്കാരം. അപ്പോൾ ഇനി വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പ്, അതിനൊപ്പം തന്നെ നാളെ ഉപചാരം ചൊല്ലി പിരിയുകയാണ്
ഇനി അടുത്ത വർഷം വീണ്ടും കാണാമെന്നുള്ള എല്ലാ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഒക്കെ നമ്മൾ പിരിയുകയാണ്. അതിനു മുൻപ് ഇന്നിപ്പോൾ രാത്രി ഇനി വീണ്ടും ഈ ചടങ്ങുകൾ, ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ നടക്കും. ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഇതാ 10,000-കണക്കിന് ആളുകൾ ഇപ്പോഴും തൃശ്ശൂരിൽ അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പൂരത്തിന്റെ ഏറ്റവും വൈവിധ്യമാർന്ന വൈഭവം. SK